അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. നാം മുഹറം മാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമുഖത്ത് നടന്ന തുല്യതയില്ലാത്ത ഒരു വംശീയ ഉന്മൂലനത്തിന് വിധേയമായ ജനസമൂഹത്തെ അള്ളാഹു ഇടപെട്ട് മോചിപ്പിച്ച ചരിത്രത്തിൻ്റെ സ്മരണ നിലനിർത്താൻ അള്ളാഹുവിൻ്റെ തന്നെ തീരുമാനത്തിൻ്റെ ഭാഗമായി അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തെമ്പാടുമുള്ള വിശ്വാസി സമൂഹം പവിത്രമായ ഈ മാസത്തിൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഈ സ്മരണ പുതുക്കിക്കൊണ്ടിരിക്കുന്ന കാലം, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ശാസ്ത്രീയമായ വംശീയ ഉന്മൂലനത്തിൻ്റെ വെറുക്കപ്പെട്ട നേതൃത്വമാകുന്ന ഫറോവയും അവൻ്റെ കൂട്ടാളിയായ ഭൂരിപക്ഷ വർഗീയ വംശവെറിയുടെ അപ്പോസ്തലന്മാരായ കിബിത്തികളും ചെയ്തു കൂട്ടിയ അന്യായത്തെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആ ചരിത്രം സവിസ്തരമായി പ്രതിപാദിക്കുന്നതിലൂടെ വിശുദ്ധ ഖുർആൻ. ഇത്തരമൊരു സാമൂഹ്യ ക്രമത്തിനകത്ത് പെട്ടുപോയ ഒരു ജനതയെ അള്ളാഹു തൻ്റെ പദ്ധതിയിലൂടെ, ഇലാഹിയായ ഒരു പ്ലാനിലൂടെ മോചിപ്പിച്ച ചരിത്രം 3500 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് നാം മിമ്പറിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. മൂസാ നബിയെ കുഞ്ഞായിരിക്കെ കൊട്ടാരത്തിൽ വളർത്തിയ നാഥൻ പിന്നീട് നാട് വിട്ടുപോയ മൂസയെ പ്രവാചകനായി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയായി നിയോഗിച്ചുകൊണ്ട് പേടിച്ച് നാട് വിട്ടുപോയ മൂസ ഭയമേതുമില്ലാതെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്ന് ഫിറൗനിൻ്റെയും അവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിലെ അപ്പോസ്തലന്മാരായ രാജ സംവിധാനത്തിലെ കിങ്കരന്മാരുടെയും മുമ്പിൽ ഇസ്ലാമിനെ കൃത്യമായി അവതരിപ്പിച്ചതും വലാ തുഅദ്ദിബുഹും, ഇനി ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ മേൽ നീ കൈവക്കരുത് എന്ന് മുഖത്ത് നോക്കി ഗർജിച്ചതുമായ സംഭവത്തിലൂടെ ആ ചരിത്രം അങ്ങനെ മുന്നേറി ഒടുവിൽ അള്ളാഹുവിന്റെ ഇടപെടൽ മുഖേന ആ ജനപദത്തെ കടൽ കടത്തി മറുകരയെത്തിച്ച ചരിത്രമാണ് ഈ വംശീയ ഉന്മൂലനത്തിന്റെ ഇരകളെ മോചിപ്പിച്ച വിമോചനത്തിന്റെ ചരിത്രം. ഇങ്ങനെ ഒരു ചരിത്രം ഇത്ര കൃത്യതയോടുകൂടി ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശത്തെക്കുറിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പേർത്തും പറയുന്നു. ഇത് ആവർത്തന സ്വഭാവമുള്ള ശത്രുവിന്റെ പ്ലാനാണ്. വംശീയ ഉന്മൂലനം, ജനോസൈഡ് എന്നത് മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്.
നിങ്ങളും അതിന് അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതുകൊണ്ട് ഇനിയുള്ള സാമൂഹ്യ ക്രമത്തിൽ ഈ യാഥാർത്ഥ്യം പഠിച്ചിട്ട് വേണം വിശ്വാസികൾ മുന്നോട്ട് പോകാൻ എന്നതാണ് 3500 വർഷം മുമ്പ് നടന്ന ഈ സംഭവത്തെ ഇത്ര കൃത്യമായി ലൈവ് സ്ട്രീമായിട്ട് ഖുർആൻ അവതരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം. സമാനമായ ഒരു വംശീയ ഉന്മൂലന ചരിത്രം മൂസാ നബിക്കും ഫിറൗനും ശേഷമുള്ള കാലത്ത് നടന്നതായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് സൂറ അൽ ബുറൂജിൽ. അതുമായി ബന്ധപ്പെട്ട സൂക്തങ്ങളാണ് ഇന്നത്തെ ഖുതുബയുടെ മുഖദ്ദിമയിൽ ഓതി വെച്ചത്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ നശിച്ചു പോവട്ടെ, കിടങ്ങിന്റെ ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഖുതില നശിച്ചു പോവട്ടെ എന്നും ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നുമൊക്കെയാണ് നേർക്ക് നല്ല അർത്ഥം. ആരായിരുന്നു ഈ കിടങ്ങിന്റെ ആളുകൾ? അന്നാരി ദാത്തിൽ വഖൂദ്, വലിയ കിടങ്ങ് കുഴിച്ചിട്ട് വിറകും മറ്റു ഇന്ധനങ്ങളും നിറച്ച് അങ്ങനെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന തീകുണ്ടം ഒരുക്കിയ കിടങ്ങിന്റെ ആളുകൾ അവർ നശിച്ചു പോവട്ടെ, അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇദ്ഹും അലൈഹാ ഖുഊദ്, ആ തീ അങ്ങനെ ആളിക്കത്തിയിട്ട് ആ തീയിലേക്ക് വിശ്വാസികളെ എടുത്തെറിയുമ്പോൾ അത് കണ്ട് ആസ്വദിക്കാൻ അവർ ആ കിടങ്ങിന്റെ ചുറ്റും ഇരുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കുക. ആ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഇദ്ഹും അലൈഹാ ഖുഊദ്, അത് കണ്ടുകൊണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു അവർ. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, വിശ്വാസികൾക്ക് നേരെ കാണിക്കുന്ന അന്യായം, അതിക്രമം, വംശീയമായ ഉന്മൂലനത്തിന്റെ ഏറ്റവും വേസ്റ്റായ രീതി, പച്ചയായി മനുഷ്യനെ തീരിട്ട് കത്തിക്കുക എന്നത് അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നോക്കി നിൽക്കുന്ന ആളുകളായിരുന്നു. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അന്യായത്തെ അവർ ഷുഹൂദ് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ര വലിയ ക്രൂരത, കണ്ണിൽ നിന്ന് ചോര കരയിപ്പിക്കുന്ന ക്രൂരത മണ്ണിൽ അരങ്ങേറിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ് സൂറ അൽ ബുറൂജിലെ 4 മുതൽ തുടങ്ങിയ സൂക്തങ്ങളിൽ. ഇത് നജ്റാനിൽ നടന്ന സംഭവമാണ്. അന്ന് പഴയ യമനിന്റെ ഭാഗമായിരുന്നു ഈ പറഞ്ഞ നജ്റാൻ. പിന്നീട് സൗദി അറേബ്യയുടെ ഭാഗമായി. നജ്റാൻ എന്ന് പറയുന്ന ആ പഴയ യമനിന്റെ ഭാഗമായ പ്രദേശം അന്ന് അവിടെ ഉൾപ്പെടെ യമൻ ഉൾപ്പെടെ ഭരിച്ചത് ഒരു ജൂത രാജാവായിരുന്നു. നടന്ന കാലമാവട്ടെ തിരുനബിയുടെ ജനനത്തിന്റെ 50 വർഷം മുമ്പ്. ആ കാലത്തെ ഒന്നുകൂടി മനസ്സിൽ പച്ചയായിട്ട് കൊണ്ടുവരിക. മൂസാ നബിയും ഫിറൗനൊക്കെ ജീവിച്ച കാലത്തിനും കുറെ ഇപ്പുറത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം തിരുനബി മണ്ണിൽ ജനിക്കുന്നതിന് 50 വർഷം മുമ്പ് ഇപ്പോഴത്തെ സൗദി അറേബ്യയുടെ ഭാഗമായി വിടുന്ന പ്രദേശം അവിടെ ജീവിച്ചിരുന്ന ഒരു ജനസമൂഹത്തെ ആ പ്രദേശം ഉൾപ്പെടുന്ന യമനിന്റെ ഭരണാധികാരിയായ ജൂതൻ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ കിങ്കരന്മാർ നിർവഹിച്ച ഒരു നികൃഷ്ട കർമ്മത്തെ നമ്മൾ വായിക്കുന്ന വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ് ഖുർആൻ. ഈ യാഥാർത്ഥ്യം എന്തിന് ഖുർആൻ പഠിപ്പിച്ചു എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയണം. നജ്റാനിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യർ വിഗ്രഹാരാധകരായിരുന്നു. പിന്നീട് അവരിലേക്ക് കടന്നു വന്ന ഒരു പുരോഹിതൻ മുഖേനയും അവരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മുഖേനയും കൃത്യമായ വിവരം കിട്ടി ഈസാ നബി കൊണ്ടുവന്ന തൗഹീദിനെ കുറിച്ച്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ പ്രവാചകൻ. എല്ലാ പ്രവാചകന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ് പഠിപ്പിച്ചത്. ആദ്യകാല ക്രൈസ്തവത എന്ന് തൗഹീദാണ്. പിൽക്കാലത്ത് തൃത്വം ഉൾപ്പെടെയുള്ള വിഷയത്തിലേക്ക് പിന്നീട് പോയതാണ്. അപ്പോൾ ഈ ആദ്യകാലത്ത് ഈസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന ഈ ആദർശത്തെ യഥാവിധി മനസ്സിലാക്കിയപ്പോൾ ഈ നജ്റാനിൽ ജീവിക്കുന്ന വിഗ്രഹാരാധകരായ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു, അഥവാ അവർ ക്രിസ്തു മതം സ്വീകരിച്ചു. അത് ഇസ്ലാം തന്നെ, ഇപ്പോഴത്തെ ക്രിസ്ത്യാനിയെ കുറിച്ചല്ല പറയുന്നത്. അവരിൽ ഒരു ചെറുപ്പക്കാരൻ അബ്ദുല്ലാഹിബ്നു താമിർ എന്നൊരു ചെറുപ്പക്കാരനാണ് ഈ പുരോഹിതന്റെ കൂടെ നിന്ന് ഈ ശരിയായ തൗഹീദിനെ ആ പ്രദേശത്ത് പ്രചരിപ്പിക്കാൻ പണിയെടുത്തു. അന്ന് രാജ്യം ഭരിച്ചിരുന്ന നജ്റാൻ ഉൾപ്പെടെ ഭരിച്ചിരുന്ന ദൂനുവാസ് എന്നറിയപ്പെടുന്ന ജൂതൻ യൂസുഫ് അസ്ഹർ എന്നാണ് ശരിയായ പേര്. അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ട് സൈന്യവുമായിട്ട് ഈ പ്രദേശത്തേക്ക് വന്നു. വിശാലമായ ഭൂപ്രദേശമാണ് ഈ പ്രദേശങ്ങളെല്ലാം. അവിടെയുള്ള മനുഷ്യരോട് ഇസ്ലാം കൈയൊഴിയാൻ ആവശ്യപ്പെട്ടു. ഏകദൈവ വിശ്വാസം കൈയൊഴിഞ്ഞ് ജൂതമതം സ്വീകരിക്കാൻ അവരെ നിർബന്ധിച്ചു. അവർ അതിന് തയ്യാറാകാതെ വന്നപ്പോൾ ഈ ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ പട്ടാളവും ഫിറഔനും പട്ടാളവും പോലെ അവർ തീരുമാനമെടുത്തു ഈ സമൂഹത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ, ജനോസൈഡ്, വംശീയ ഉന്മൂലനം നടത്താൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി നജ്റാനിലെ പട്ടണത്തിന്റെ മധ്യത്തിൽ വലിയ കിടങ്ങ് കുഴിച്ചു. അതുകൊണ്ടാണ് അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ എന്ന് അവരെ ഖുർആൻ വിശേഷിപ്പിച്ചു സൂറ അൽ ബുറൂജ്.
വലിയ കിടങ്ങ് കുഴിച്ചിട്ട് അന്ന് സാധ്യമാകുന്ന ഇന്ധനം വഖൂദ്, അന്നാരിദാത്തുൽ വഖൂദ്, അന്ന് സാധ്യമായ ഇന്ധനം വിറകാണ് മുഖ്യം. പിന്നെ അന്ന് ഉപയോഗിക്കുന്ന മറ്റു ഇന്ധനങ്ങൾ എന്തോ അതെല്ലാം, ആ ഇന്ധനങ്ങളെല്ലാം ഈ കിടങ്ങിൽ നിറച്ചു. ഈ പ്രക്രിയ കണ്ടിരിക്കുകയാണ് ഇവരെല്ലാം. എന്നിട്ട് കൂട്ടം കൂട്ടമായി കൊണ്ടുവന്നിരുത്തിരിക്കുന്നു ആ ബാലവൃദ്ധം മുസ്ലിം സമൂഹത്തെ, സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ. അങ്ങനെ ഒന്നടങ്കം ഈ തീകുണ്ടത്തിലേക്ക് അവരെ തള്ളിയിട്ട് അവരങ്ങനെ പിടഞ്ഞ് അഗ്നിയിൽ വെന്ത് മരിക്കുമ്പോൾ അത് കണ്ട് തുന്തിരായിട്ട് ആഹ്ലാദത്തിമർപ്പിൽ കൈയടിച്ചും കുരയെ വിളിച്ചുമൊക്കെ ഇവരങ്ങനെ ഇരിക്കുകയാണ്. ആ രംഗത്തെ പച്ചക്ക് നമ്മുടെ മുമ്പിൽ ഖുർആൻ ഇങ്ങനെ വർണ്ണിക്കുക. ആ ഭാഗം വായിച്ചു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് വല്ലാത്ത ഒരു ചൊറിച്ചിലുണ്ടാക്കും. അന്നാരിദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖൂദ്, ഇരുന്ന് കാണുകയായിരുന്നു അവർ. ആ രംഗം നിങ്ങൾ ഓർക്കണമെന്ന് ഇസ് എന്ന പ്രയോഗത്തിന് അങ്ങനെ ഒരു ആഹ്വാനമുണ്ട്. നിങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവരൂ, ലൈവായിട്ട് ഇപ്പോൾ നിങ്ങളുടെ മനോമുഖത്തിൽ കൊണ്ടുവരട്ടെ ആ രംഗത്തെ ഇസ്. ആ രംഗം നിങ്ങൾ ഓർക്കുക. ഹും അവർ, ഇദ്ഹും അലൈഹ, ആ തീകുണ്ടത്തിന് ചുറ്റും ഇരിക്കുകയായിരുന്നു, ഇരുന്ന് ആസ്വദിക്കുക, കളി കാണുന്നത് പോലെ, അത്രയും ഒരു വിനോദം ആസ്വദിക്കുന്നത് പോലെ. പച്ചയായ മനുഷ്യജീവൻ തീയിൽ വെന്ത് കിടഞ്ഞ് മരിക്കുന്ന കാഴ്ച കണ്ട് ആസ്വദിക്കുന്ന മാനസികാവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മോട് ഖുർആൻ പറയുന്നു. വിശ്വാസികളായ ആളുകളോട് കാണിക്കുന്ന ഈ അന്യായത്തെ അവരിങ്ങനെ കണ്ട് ഷുഹൂദ് സാക്ഷിയായി പച്ചക്ക് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല എന്നാ. അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവില്ല. മുസ്ലിം സമൂഹത്തെ പച്ചക്ക് കൊന്ന് തിന്നുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് ഖുർആൻ വെറുതെ പറയുന്ന വർത്താനല്ല, ഇതൊക്കെ ഇപ്പൊ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളാ. ഈ മാനസികാവസ്ഥ നിങ്ങൾ ശരിക്കും പഠിക്കണം. എന്തായിരുന്നു കാരണം? ആ ആയത്തിന്റെ ബാക്കി ഭാഗം വമാനകമൂമിനും ബില്ലാഹിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനും പ്രതാപവാനുമായ, അജയ്യനും ഉഗ്രപ്രതാപിയുമായ, ഹമീദ് അസീസ്, ആ ഉഗ്രപ്രതാപിയായ അള്ളാഹുൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ മുസ്ലിമായി. അവിടെ നിങ്ങളുടെ പാർട്ടിയും പക്ഷവും സംഘടനയൊന്നും ഇല്ല, ഷിയയും സുന്നി ഒന്നുമില്ല, സലഫി ഗൈറു സലഫി ഒന്നുമില്ല. അങ്ങനെ തന്നെ പഠിക്കണം. ഇങ്ങനെ പഠിച്ചെങ്കിലേ ഇനി ബോധം വരൂ. അതുകൊണ്ട് അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ ഏത് കോലത്തിലാവട്ടെ, തൗഹീദിന്റെ ശരിയായ മാർഗരേഖയിലാണോ, അതല്ല തെറ്റിയിട്ട് പോയോ, ബിദ്അത്ത് ഖുറാഫാത്ത് ഇൻഹിറാഫാത്ത് കൊണ്ടു നടക്കുന്നവരാണോ, അതൊക്കെ വേറെ വിഷയ. നിങ്ങൾ മുനാഫിക്കാണോ നല്ല മുഅ്മിനാണോ, അതൊക്കെ വേറെ വിഷയ. പക്ഷെ നിങ്ങൾ ഒരു ഗ്രൂപ്പാണ്. എന്താ നിങ്ങളുടെ പ്രത്യേകത? അള്ളാഹുൽ വിശ്വസിക്കുന്നു, മുസ്ലിമാണ് നിങ്ങൾ. മുസ്ലിം നാമധാരികളാവാം, യഥാർത്ഥ മുസ്ലിമീങ്ങളാകാം, മുഅ്മിനീങ്ങളാവാം, മുഹ്സിനീങ്ങളാകാം, അതൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള അവസ്ഥകളാ. പക്ഷെ ഈ ആളുകളുടെ മുമ്പിൽ, ഈ വംശഹത്യയുടെ വക്താക്കളുടെ മുമ്പിൽ നിങ്ങൾ മുസ്ലിമീങ്ങളല്ല ഒന്നാ. അതുകൊണ്ട് സുത്യർഹനും പ്രതാപവാനുമായ അള്ളാഹു വിശ്വസിക്കുന്ന ഒറ്റ കാരണം മാത്രമായിരുന്നു ആ ആളുകൾ ചെയ്ത കുറ്റം. അള്ളാഹുവിന്റെ വിശ്വാസത്തെ വലിയ പാതകമായിട്ട് ഇവർ കണ്ടു. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഉടമസ്ഥനായ നാഥൻ, ഈ സംവിധാനത്തെ എല്ലാം സംവിധാനിച്ച് ഇവരെ ഇവിടെ പ്രതിഷ്ഠിച്ച നാഥൻ, മനുഷ്യ നാഥൻ, ആ നാഥൻ വിശ്വസിക്കുന്ന ഒറ്റ കാരണത്താൽ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം അള്ളാഹുവും ഷഹീദാണ്, കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈ വംശഹത്യയുടെ വക്താക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹ് കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട. അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠിപ്പിക്കുക. അതിലൊക്കെ വലിയ ആശ്വാസത്തിന്റെയും നമുക്ക് ഉറച്ച തീരുമാനം ഉണ്ടാകുന്നതിനുമായ സൂചനകൾ ആ സൂക്തത്തിലുണ്ട്. എന്നിട്ട് അള്ളാഹ് പറ, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി സുമ്മ ലം യതൂബു, ഈ വിശ്വാസികളായ ആളുകളെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും, വിശ്വാസി സമൂഹത്തെ ഇങ്ങനെ ഫത്തനു, കുഴപ്പത്തിലാക്കിയ ആൾക്കാരുണ്ടല്ലോ, അവർ ചെയ്യുന്ന മനുഷ്യവിരുദ്ധമായ, പ്രകൃതി വിരുദ്ധമായ, വേദവിരുദ്ധമായ, ഗുരുക്കളുടെ പ്രവാചകന്മാരുടെ ഉത്ബോധന വിരുദ്ധമായ ഈ ക്രൂരത ചെയ്തു കൂട്ടിയ ആളുകൾ സുമലം യതൂബു, അവർ ചെയ്യുന്ന അന്യായത്തിൽ ഒരു പശ്ചാത്തലിച്ച് മടങ്ങുന്നില്ല എങ്കിൽ ഫലഹും അദാബു ജഹന്നം, നരകശിക്ഷ അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. വലഹും അദാബുൽ ഹരീഖ്, ഈ തീകുണ്ടത്തിൽ അവർ ആളുകളെ കരിക്കാൻ ഉപയോഗിച്ച ഇന്ധനത്തിന്റെ അഗ്നിയുടെ കരുത്തിനേക്കാൾ തീവ്രമായ കരുത്തുള്ള ഹരീഖ്, തീകുണ്ടം, നരകം അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന്. അതിന്റെ അടുത്ത സൂക്തം കഴിഞ്ഞ് പിന്നെ അല്ലാഹു പറയുന്ന വാക്യ, സൂക്തം 12, കഠിനമായ പിടുത്തം അവർക്ക് ഇഹലോകത്ത് അല്ലാഹു വരുത്തി വെക്കും. അവരെ അങ്ങനെ വെറുതെ വിടാൻ അല്ലാഹു തീരുമാനിച്ചിട്ടില്ല എന്ന്.
അതേസമയം ഈ പ്രതിസന്ധിയിലും വിശ്വാസികളായി മുന്നോട്ട് പോകുന്നവർ 11-ാം സൂക്തം ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഉറച്ച വിശ്വാസം സ്വീകരിച്ചു ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മമാർഗത്തിലൂടെ മുന്നേറുന്ന അമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിച്ച് മുന്നേറുന്നവർ ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമുണ്ട്. ദാലിക്കൽ ഫൗസുൽ കബീർ, അതാണ് ഏറ്റവും മഹത്തായ വിജയം. മഹത്തായ വിജയം ഇവർ ഏതൊരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുവോ അവർക്കാണ് കിട്ടുക എന്നും, ഈ വംശീയ ഉന്മൂലനത്തിന്റെ വക്താക്കൾക്ക് കടുത്ത ശിക്ഷ ഇഹലോകത്ത് വരുമെന്നും, ഈ വിശ്വാസികളെ ഇല്ലാതാക്കാൻ അവർ പ്രയോഗിച്ച തീകുണ്ടത്തിനേക്കാൾ എത്രയോ തീവ്രമായ തീകുണ്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും, അവരെ അള്ളാഹ് അങ്ങനെ വെറുതെ വിടില്ല. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, കഠിനമായ പിടുത്തമാണ് നാഥന്റെ പിടുത്തമെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് സൂറ അൽ ബുറൂജിലെ 4 മുതൽ 12 കൂടെ സൂക്തങ്ങൾ. സഹോദരന്മാരെ, പഠിക്കേണ്ടുന്ന വിഷയമാണ്. തിരുനബിയുടെ ജനനത്തിന്റെ 50 വർഷം മുമ്പ് നമുക്ക് ഇപ്പോൾ ഏറെക്കുറെ പരിചിതമായി അനുഭവപ്പെടുന്ന ഒരു ഭൂപ്രദേശത്ത് ഒരു വിശ്വാസി സമൂഹത്തെ ഇങ്ങനെ അങ്ങ് കിടങ്ങു കൊഴിച്ച് തീകുണ്ടം ഒരുക്കി പച്ചക്ക് കത്തിച്ച സംഭവം ഖുർആൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഞെട്ടലുണ്ടാക്കേണ്ടതില്ലേ? തീകുണ്ടങ്ങളും കിടങ്ങുമൊക്കെ ഇപ്പോഴും ഉണ്ട്. അന്നും മണ്ണിൽ കിടങ്ങു കുഴിക്കല. കഴിഞ്ഞ ഇപ്പോൾ നടക്കുന്ന ലോകത്തിൽ ലൈവായി നടക്കുന്ന ജനോസൈഡുകൾ, വംശീയത്തിൽ പഠിച്ചു നോക്കൂ നിങ്ങൾ. ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിമീങ്ങളെ കുറിച്ച് പഠിക്കൂ. അവരും തീകുണ്ടത്തിലാ, കിടങ്ങ് തന്നെ. എന്താ കിടങ്ങ്? അവർക്ക് എങ്ങോട്ടും തിരിയാനും പറയാനും പറ്റില്ല. അവരെങ്ങനെ നിരന്തരമായി നിരീക്ഷിക്കുന്ന സർവേലൻസിനകത്ത് അവരുള്ളത്. ഏത് സമയത്തും എങ്ങനെയും തീർക്കാം. അത് മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രത്തിന്റെ വർഗീയവാദമാണ്, വർഗവർഗീയത. അവിടെ മതമില്ല, വർഗവർഗീയതയാണ്. ഇസങ്ങൾ കാണിക്കുന്ന മനുഷ്യവിരുദ്ധത. കമ്മ്യൂണിസത്തിന്റെ കൂടപ്പിറപ്പായ സ്വേച്ഛാധിപത്യ സമഗ്രാധിപത്യ പ്രവണത, അതിന്റെ ഭാഗമായ ഒരു വംശത്തെ ഇല്ലാതാക്കുന്ന കൾച്ചറൽ ജനോസൈഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാ. അവിടെ ഇസ്ലാമികമായ സംസ്കാരത്തെ ഊരിയെടുത്തിട്ട് കമ്മ്യൂണിസത്തിന്റെ ജീവച്ഛവങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ അത് നടന്നുകൊണ്ടിരിക്കുക. അവരും ഒരു കിടങ്ങിനകത്താണ്. കിടങ്ങ് അന്ന് നജ്റാനിൽ മണ്ണിലാ കുടിച്ചത്. ഇന്നും മണ്ണിൽ കിടങ്ങ് കുടിക്കേണ്ട കാലമില്ല. സാങ്കേതിക വിദ്യകൾക്ക് മാറ്റമുണ്ടായി. ഇപ്പുറത്ത് റഷ്യയിലെ താർത്താരി മുസൽമാന്മാർ അതേ പറയുന്ന കമ്മ്യൂണിസത്തിന്റെ സംവിധാനത്തിൽ സ്റ്റാലിൻ ചെയ്ത അന്യായത്തിന്റെ തുടർച്ചയിൽ സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് ശേഷം ഇപ്പോഴും തുടരുന്ന വംശഹത്യ. അങ്ങനെ ആ ചെറുപ്പക്കാരെ പിടിച്ച് ഉക്രൈൻ യുദ്ധമുഖത്തേക്ക് വലിച്ചെറിയുന്ന, ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന, അല്ലാത്തവർ ജീവച്ഛവങ്ങളായി ജീവിക്കുന്ന, ഓരോ യുവാവും ഏതോ നിലക്ക് കൊല ചെയ്യപ്പെടുന്ന, നിന്ന നിൽപ്പിൽ അദൃശ്യനാക്കപ്പെടുന്ന, പിന്നീട് തിരിച്ചു വരാത്ത, അങ്ങനെ യസ്തഹി നിസാഅക്കും എന്ന് ഖുർആൻ പറഞ്ഞില്ലേ ഫിറഔൻ കാണിക്കുന്ന അന്യായത്തെ കുറിച്ച്. അങ്ങനെ ജീവച്ഛവങ്ങളായി മാനഹാനി സഹിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങൾ. ഇവിടൊക്കെ അങ്ങനെ സ്ത്രീകൾ യുദ്ധബിഹൂന അബ്നാഅക്കും വയസ്തഹി നിസാഅക്കും. ആ ജനോസൈഡിന്റെ ഉപാധികൾ അങ്ങനെ തുടരുകയാണ് പുതിയ പുതിയ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. റോഹിംഗ്യയിൽ തീവ്ര ബുദ്ധിസ്റ്റുകൾ, അങ്ങനെയാണ് അവിടെ മതമാണ് രംഗത്ത്. തീവ്ര ബുദ്ധിസ്റ്റുകൾ അവര് പിന്തുണ കൊടുക്കുന്ന ഭരണകൂടവും പട്ടാളവും ചേർന്ന് അവിടുത്തെ മുസ്ലിം സമൂഹത്തെ അരാക്കൻ ദേശത്തേക്ക് ഒതുക്കി, ഒരു കിടങ്ങിനകത്തായതുപോലെ. അതും ഒരു കിടങ്ങ. ആ കിടങ്ങിനകത്ത് നിന്ന് അവിടെ ഇട്ട് തീ കുണ്ടത്തിൽ, അഥവാ അവരുടെ പ്രദേശങ്ങൾ, ഗ്രാമങ്ങൾ, കർഷക, അവരുടെ കച്ചവട സംവിധാനങ്ങൾ, കൃഷി ഉപാധി എല്ലാം കത്തിച്ചു കളയുകയും കൊന്നുകളയുകയും ചെയ്യുന്ന ജീവൻ കൊണ്ട് ഓടിപ്പോന്നവർ. അപ്പൊ കിടങ്ങുകളും തീയുമൊക്കെ തുടരുക. അത് തോക്കിലൂടെ, ബോംബിലൂടെ, ബങ്കർ, ബസ്റ്റർ, ക്ലസ്റ്റർ ബോംബുകളിലൂടെ, ഫോസ്ഫറസ് തുടങ്ങിയ രാസപദാർത്ഥങ്ങളിലൂടെ, ഇങ്ങനെയൊക്കെ ഈ അഗ്നിയുടെ വിവിധങ്ങളായ രൂപങ്ങൾ പുതിയ കാലത്ത്. അന്ന് തീയാണ്, കീറിയ മണ്ണിൽ കീറിയ കുഴികളാണ്, കിടങ്ങുകളാണ് അന്ന്. എന്നാൽ ഈ അവസ്ഥക്ക് മാറ്റം വന്നു. അങ്ങനെ ജനോസൈഡ് നടന്നുകൊണ്ടിരിക്കുക മണ്ണിൽ. അതുകൊണ്ടാണ് സഹോദരന്മാരെ മൂസാ നബിയുടെ കാലഘട്ടത്തിലെ ചരിത്രവും ഈ ബുറൂജിലെ ഭാഗമൊക്കെ നമ്മളെ ഏറെ വേദനിപ്പിക്കേണ്ടതും ചിന്തിപ്പിക്കേണ്ടതും, നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ നമ്മെ യഥാവിധി ഈ വിഷയത്തിനുള്ള മനസ്സും ശരീരവും കേന്ദ്രീകരിച്ച് നമുക്കിടയിൽ നടക്കുന്ന നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തെ പഠിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് വിനയ പുരസ്സരം മുന്നിൽ ഓർപ്പിക്കാൻ. ഫലസ്തീനാണ് നമ്മുടെ മുമ്പിൽ ലൈവായി നടക്കുന്ന ജനോസൈഡിന്റെ കേന്ദ്രം. ചരിത്രം നമുക്കറിയാം. 1948 തുടങ്ങിയതാ. അധിനിവേശം ചെയ്ത ഈ പറയുന്ന അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന മേലാളന്മാർ കൂടി തീരുമാനിച്ച്
ഫിലസ്തീനിലെ രാജ്യത്തെ, ഫിലസ്തീൻ എന്ന ആ ഫിലസ്തീനികളുടെ സ്വന്തം ദേശത്തെ ഇസ്രായേലിന് വേണ്ടി, ജൂതന്മാർക്ക് വേണ്ടി തീരെഴുതി കൊടുത്തിട്ട് അവരവിടെ കൊടുന്ന് കൂടിയിരുത്തി. അങ്ങനെ 1940 നക്ബ വംശീയ ഉന്മൂലനത്തിന്റെ തുടക്കത്തിൽ ഒരുപാട് ഫിലസ്തീനികൾ നാട് വിട്ടു പോകേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് തുടരുകയാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഫിർഔൻ നടപ്പാക്കിയ ആ ജനോസൈഡിന്റെ ഘട്ടങ്ങൾ സമാനമായിട്ട് നേരത്തെ കേട്ട റോഹിംഗ്യൻ, ഉയ്ഗൂർ, താർത്താരി മുസൽമാന്മാർ അനുഭവിക്കുന്ന ജനോസൈഡിന്റെ ഘട്ടങ്ങളൊക്കെ ഇതേ രൂപത്തിൽ ഈ ഫിലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുക. ആ ഘട്ടങ്ങളെ കൃത്യമായിട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ICJ, UN, യുണൈറ്റഡ് നേഷൻസ്, ലോകത്ത് പറഞ്ഞ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘങ്ങളെല്ലാം കൃത്യമായിട്ട് വിലയിരുത്തി നമ്മുടെ മുമ്പിൽ ഒരുപാട് പഠനങ്ങൾ വെക്കുന്നുണ്ട്. ആ സമൂഹത്തിന് നേരെ അധിനിവേശവും വംശീയമായ വേർതിരിവും നടത്തി അവരെ ആ നാട്ടിൽ നിന്ന് അന്യരാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അവരെ ഭൂമി പിടിച്ചെടുത്തു, വീടുകൾ പിടിച്ചെടുത്തു, കൃഷിയിടങ്ങൾ. ഇപ്പോഴും നിങ്ങൾക്കറിയാം, ഒലിവ് പറിക്കാൻ പോകുന്ന ഫിലസ്തീൻ സ്ത്രീകളെ കയ്യേറ്റം ചെയ്തിട്ട് അവരുടെ ഒലിവുകായ പറിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നോക്കി നിൽക്കെ കടന്നു വന്നിട്ട് വീട്ടിൽ നിന്ന് എല്ലാം പുറത്തിട്ട് അവർ വീട് കയ്യേറുന്ന, ഒഴിഞ്ഞുപോയ വീടിൽ നിന്ന് സകല സാമാനം പെറുക്കിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്ന ജൂതരെ, ഇതൊക്കെ നമ്മൾ ഇന്നും ലൈവായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയം നിങ്ങൾ അങ്ങോട്ട് നെറ്റിൽ കയറിയിട്ട് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും. ദയവായി നടക്കുന്ന രീതികൾ, ഭൂമിയുടെ കയ്യേറ്റം, വീട് കയ്യേറ്റം, അങ്ങനെ പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കൽ, അവരെ രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റി അപ്പാർത്തീഡിന്റെ ഫലസ്തീനികളുടെ മണ്ണും വീടും പിടിച്ചെടുത്ത് അവരെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി റോഡുകൾ പ്രത്യേകമായി, ആ റോഡിലൂടെ ഇവര് മാത്രം സഞ്ചരിക്കാവൂ, ജൂതന്റെ റോഡിലേക്ക് കയറാൻ പാടില്ല. നിങ്ങൾ ഫിലസ്തീൻ സന്ദർശിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ പ്രദേശങ്ങളും ഇടങ്ങളും ഒക്കെ വേർതിരിച്ചിട്ട് അവർക്ക് പട്ടിക നൽകിയിരിക്കുകയാണ്, കാർഡ്. രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റി. തുറന്ന ജയിൽ, ഓപ്പൺ എയർ ജയിൽ എന്നാണ്. അതൊരു കിടങ്ങ. ഇപ്പൊ കിടങ്ങ് അസ്ഹാബുൽ ഉഖ്ദൂദ് വായിക്കുമ്പോൾ മണ്ണിന്റെ കിടങ്ങ് മാത്രം സ്വപ്നം കണ്ട് കുത്തിരിക്കണ്ട. കാലഘട്ടം മാറുമ്പോൾ കിടങ്ങിന്റെ രീതി മാറും. അതുകൊണ്ട് കരമാർഗം പുറത്തേക്ക് പോകാൻ വയ്യ, റോഡ് മാർഗം, കടൽ മാർഗവും വയ്യ, ആകാശമാർഗവും വയ്യ. അങ്ങനെ ഒരു കിടങ്ങിനകത്ത് തുറന്ന ജയിൽ എന്നാണ് UN വിശേഷിപ്പിച്ചത്. ഓപ്പൺ എയർ ജയിലിൽ ഒരുപാട് മനുഷ്യർ ജീവിക്കുക, നിരന്തരം കൊല വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അവരെ മനുഷ്യരുള്ളതാക്കി മാറ്റി. കൊന്നുകളയാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾ മനുഷ്യരല്ല എന്ന് സ്ഥാപിക്കലാണ്, ഡീഹ്യൂമനൈസേഷൻ. അതാണ് അടുത്തൊരു ഘട്ടം. അതുകൊണ്ട് ഈ ഫിലസ്തീനിൽ മനുഷ്യരല്ല, ഹ്യൂമൻ അനിമൽസ് എന്ന് അവരെ വിളിക്കുക, മനുഷ്യ മൃഗങ്ങളിൽ. അങ്ങനെ അവരെ കൊല്ലാനുള്ള അംഗീകാരം വാങ്ങി. അതുകൊണ്ട് ആരും ചോദിക്കില്ല. ഇപ്പോഴാണ് ഇത്തിരി ബഹളം ഉണ്ടായി വന്നത്. ഈ ഒക്ടോബർ 7 ശേഷമുള്ള ഇടപെടലിന് ശേഷം ഗസയിൽ അവർ നടത്തിയ അന്യായത്തിലെ ബഹളങ്ങൾ ഉണ്ടായി വരിക. അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പിന്റെ ഇടത്തിൽ വരെ അവർക്ക് വേണ്ടി ശബ്ദവും പതാക ഉയരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പുതിയ മാറ്റം. നേരത്തെ ഇതൊന്നും ആരും ഇടപെട്ടില്ല. മുസൽമാന്മാർ അധികം ഇടകിയില്ല, മുസ്ലിം രാഷ്ട്രങ്ങൾ അധികം ഇടകിയില്ല, ഇപ്പോഴും അധികം ഒന്നും ഇളകിയിട്ടില്ല. അതൊക്കെ വേറെ തന്നെ വിഷയമാണ്. പക്ഷെ ഒരുപാട് മനുഷ്യർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി. മുഴുവൻ മനുഷ്യരെയും തീവ്രവാദികളായി മുദ്ര കുത്തി അവരെ കാണന്മാരാക്കി മാറ്റി മനുഷ്യരല്ല എന്ന് വരുത്തിയിട്ട് അവരെ കൊന്നുകളയാൻ 70,000-ലധികം മനുഷ്യരെ ഈ അടുത്ത് കൊന്നുകളഞ്ഞതാണ്. അതിൽ 70% സ്ത്രീകളും കുട്ടികളുമാണ്. അവർക്ക് നിലനിൽക്കാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്ത് കളഞ്ഞു. ആശുപത്രികൾ, സ്കൂളുകൾ, പള്ളികൾ, അവിടെ ചരിത്രം സൂക്ഷിക്കുന്ന ഇടങ്ങൾ എല്ലാം തകർത്തു. അങ്ങനെ തകർത്തിട്ട് ഇപ്പോ പട്ടിണിയെ ഒരു ഉപകരണമാക്കി മാറ്റി. പട്ടിണി ഒരു ഒരു ആയുധമാണ്. പട്ടിണിയെ ഒരു ആയുധമാക്കി മാറ്റി. ഭക്ഷണമില്ല, വെള്ളമില്ല, അതിർത്തി കടത്തി വിടില്ല, ചികിത്സയില്ല, പാർപ്പിടങ്ങളിൽ എല്ലാ കെട്ടിടങ്ങളും തകർത്ത് കളഞ്ഞു. അങ്ങനെ അവരെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ പറയുന്നത് ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ പുതുതലമുറ നരകിച്ച് ജീവിക്കുന്നത് മുഖേന അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുന്നു. പ്രത്യുൽപാദനപരമായ ശേഷിയില്ലാതെ പോലും പുതുതലമുറ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥ സംഭവിക്കുന്നില്ല. പ്രത്യുൽപാദനപരമായ വംശഹത്യ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. കൾച്ചറൽ വംശഹത്യ നമ്മൾ കേട്ടു. ചൈനയിൽ ഇത് റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട സംവിധാനം തകർക്കുന്ന വംശഹത്യയാണ്. അതുകൊണ്ട് ഫിറഔൻ കുഞ്ഞുങ്ങളെ കൊന്നു എങ്കിൽ ഇവിടെയും കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. വംശവർദ്ധനവുമായി ബന്ധപ്പെട്ട ഭീഷണി ഉയർത്തിയിട്ട് ഇവരെ അരികുവൽക്കരിച്ച് അപരവൽക്കരിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഫിലസ്തീനുകളുടെ വംശവർദ്ധന ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഭക്ഷണമില്ല, പട്ടിണി, ചികിത്സയില്ല,
ആശുപത്രി സംവിധാനം തകർത്തു. ഒരു തെളിവ് അവശേഷിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ഭൗതികമായ ബുദ്ധിപരമായ സകല മേഖലയും തകർത്തു. പത്രപ്രവർത്തന രംഗത്തുള്ളവർ, ഡോക്ടർമാർ, നഴ്സുമാർ, എഞ്ചിനീയർമാർ, നല്ല കഴിവുള്ള പൊളിറ്റീഷ്യൻസ്, അങ്ങനെ തുടങ്ങി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തകർ എല്ലാവരെയും തകർത്ത് കളഞ്ഞു. എല്ലാം കൊന്നുകളയാണ്. അങ്ങനെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. 90% ഫിലസ്തീനികളും നാട് വിട്ടുപോയി. ബാക്കി കുറച്ചു പേരോട് അവശേഷിക്കുന്നു എന്നുള്ളതാ. അപ്പൊ ഇങ്ങനെ ഒരു സമൂഹത്തെ പച്ചയായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന വംശീയമായ ഉന്മൂലനം, അസ്ഹാബുൽ ഉഖ്ദൂദ്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ ശപിക്കപ്പെട്ടവരാണ്. അന്നാരി ദാത്തിൽ വഖൂദ്, അവരങ്ങനെ കൊന്നും തിന്നും ബോംബും തോക്കും ഫോസ്ഫറസ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നശിപ്പിക്കാം. അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കൂട്ടർ ഇതാ നശിച്ചിരിക്കുന്നു, ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഖുർആൻ പറയുന്ന സംഗതി ലൈവായിട്ട് നടക്കാം. സുഹ്റാൻ മംദാനി ഈയിടെ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഫിലസ്തീനിൽ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ലോകത്ത് കോടീശ്വരന്മാരുണ്ടാകാൻ പാടില്ല എന്ന്. വിലനേഷുള്ള സമൂഹമാണ് മുസ്ലിമീങ്ങൾ. വീട്ടകത്തെ ബാത്റൂമിലെ ക്ലോസറ്റ് സ്വർണമാക്കി മാറ്റിയത്, സഞ്ചരിക്കുന്ന കാറ് സ്വർണം പൂശിയെടുത്തവർ, അങ്ങനെ ബിലനേഷുള്ള മുസ്ലിം സമൂഹം. അവരെ മുഖത്ത് നോക്കിയിട്ട് ഈ ഒരു മുസ്ലിം മേയർ പറഞ്ഞത്, കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്ന നാട്ടിൽ ലോകത്ത് കോടീശ്വരന്മാർ ഉണ്ടാകാൻ പാടില്ല. ഞാനും നിങ്ങളും പ്രതികളാ. ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ മൃഷ്ടാന്നം ഭോജിക്കുന്നവർ, രുചിഭേദങ്ങളുടെ വൈവിധ്യ നിറങ്ങളുള്ള മേശപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഞാനും നിങ്ങളും വരെ പ്രതികളാണ്. കാരണം അള്ളാഹ് പഠിപ്പിക്കുന്ന പാഠം അത്രമേൽ കൃത്യമായ പാഠമാണ്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്, കിടങ്ങിന്റെ മനുഷ്യരെ പച്ചക്ക് കൊന്നു തീർക്കുന്ന കിടങ്ങിന്റെ ആളുകൾ ശപിക്കപ്പെട്ടവരാണ്. ഗസയിൽ തെളിവ് നശിപ്പിക്കാൻ ആരോഗ്യ പ്രവർത്തകരെ ഇസ്രായേൽ ബോധവം കൂട്ടക്കൊല ചെയ്യുന്നത് അവിടുത്തെ ഒരു സിനി ആർട്ടിസ്റ്റായ ഇയാം കണ്ണിംഗ്ഹാം ഇന്നലെ നടത്തിയ പ്രസ്താവനയാണ്. ഇതെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊന്നും മൂർത്തമായി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരുന്നില്ല. ഖുർആൻ ഓതി ഖത്മ് തീർക്കുന്നവരാ ഞാനും നിങ്ങളും. ഇസ്രായേൽ സമൂഹത്തോട് നടത്തിയ വംശഹത്യ വായിക്കുന്നവർ, അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം സൂറത്തുൽ ബുറൂജിൽ വായിക്കുന്നവർ, ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ ഈ യാഥാർത്ഥ്യം ഉണ്ടെങ്കിലും അത് നമ്മുടെ മനസ്സിനെ അങ്ങ് വല്ലാതെ സ്വാധീനിക്കുന്നില്ല. സമാനമായിട്ട് മധ്യ ആഫ്രിക്കയിൽ അവിടുത്തെ മുസ്ലിമീങ്ങളെ അവിടുത്തെ തീവ്ര ക്രൈസ്തവ വംശീയവാദികൾ കൊന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാ. ആഫ്രിക്കയെ ഇപ്പൊ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ അത് ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല. അവിടെ നടക്കുന്ന ഒരുപാട് അനർത്ഥങ്ങൾ എന്നാണ് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വംശത 2013-14 തുടങ്ങിയതാണ്. ഈ അടുത്ത് പള്ളികൾ തകർക്കപ്പെട്ടു. അവിടുത്തെ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടു. ഒരുപാട് പേര് നാട് വിട്ടുപോയി. അവരുടെ ഗ്രാമങ്ങൾ കൂട്ടത്തോടെ നശിപ്പിക്കപ്പെട്ടു, തീയിട്ട് കരിച്ചു കളഞ്ഞു. എല്ലാം നടക്കുന്നത് ഈ വിധ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നേരത്തെ മുതലേ കശ്മീർ ഒരു വിഷയമാണ്. കശ്മീരിലെ മുസൽമാന്മാർ അനുഭവിക്കുന്ന ദുരന്തം നമുക്കറിയാം. 2019 കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത് മാറ്റിയതിനു ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എവിടെയും പുറത്തു വരാറില്ല. അവരങ്ങനെ ജീവിക്കുകയാണ്. യുവാക്കൾ അനുഭവിക്കുന്ന ദുരന്തം, ഒരുപാട് പേർ ജയിലിൽ, മാന്യമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സ്ത്രീകൾ മുന്നോട്ട് പോകുന്നു. ഇന്റർനെറ്റ് മാധ്യമ വിലക്ക് കാരണം ഒരു വിവരവും പുറത്തേക്ക് വരില്ല. രാഷ്ട്രീയ നേതാക്കൾ തടവിലും വീട്ടുതടങ്കിലുമായിട്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ളവർക്ക് ഭൂമി വാങ്ങാമെന്നും അങ്ങനെ ഭൂമി വാങ്ങി നമുക്ക് കശ്മീരി പെണ്ണുങ്ങളെ കെട്ടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സംഘപരിവാരം ഉണ്ടാക്കിയ ബഹളങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി. അങ്ങനെ ആ പ്രദേശത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയിട്ട് അവിടുത്തെ മുസ്ലിം സമൂഹത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. സമാനമായി ലക്ഷദ്വീപിൽ ഇപ്പോൾ നടക്കുന്ന അവസ്ഥ വായിക്കണം. അതും കേന്ദ്രഭരണ പ്രദേശം. മലപ്പുറം ജില്ല വിഭജിക്കരുത്, കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്ന് VHP പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ചിരിച്ചു തള്ളണ്ട. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുത്താൽ കാര്യങ്ങൾ ഇപ്പൊ ജനോസൈഡ് വരുന്ന വഴികൾ പഠിക്കാതെ നിങ്ങൾ ഇനി ഖുർആൻ വായിക്കരുത്. ഞാൻ എന്നോട് പറയാം, നിങ്ങളോടല്ല. ജനോസൈഡിന്റെ വഴികൾ പഠിക്കാതെ ഒരു മുസ്ലിം ഇനി ഖുർആൻ വായിക്കരുത്. നിങ്ങളുടെ ഉമ്മറത്ത് ഈ സംഗതി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് അവർ കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ജില്ല വിഭജിക്കുന്ന വലിയ നഷ്ടമാണെന്ന് വലിയ വായിൽ ചാനലത്ത് സംസാരിക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അതല്ല, നേരെ തിരിച്ചാണെന്ന് പറയാൻ ഒരാളും ആ ചാനലത്തിൽ ഉണ്ടായില്ല. കഴിഞ്ഞ ആഴ്ച നടന്നതാ. ഇതാണ് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഇങ്ങ് വരും. അത് വരുമെന്ന് മനസ്സിലാക്കിയിട്ട് ഉണർവോടെ ജീവിക്കാൻ വിശ്വാസികൾ കഴിയണമെന്ന് നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് ഈ പറഞ്ഞ സംഗതികൾ. സംഘപരിവാരത്തിന്റെ ഇന്ത്യയിൽ ഇപ്പൊ ഇതൊക്കെ ഭംഗിയായി നടക്കുക. ആ ഘട്ടങ്ങളെല്ലാം സമാനമായി നടക്കുന്നു എന്നാൽ ജനോസൈഡ് വാച്ച്. ഇന്ത്യയിൽ
ജനോസൈഡ് വാച്ചിന്റെ നിരീക്ഷണം, ജനോസൈഡ് വംശ ഉന്മൂലനം പെട്ടെന്ന് നടക്കില്ല. 10 ഘട്ടങ്ങളുണ്ട് നാം. അതിൽ 9ാമത്തെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യ എന്ന. അടുത്ത ഘട്ടത്തിൽ ഈ സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. എങ്ങനെയാണോ ഇസ്രായേൽ സമൂഹം അനുഭവിച്ച ദുരന്തത്തിന്റെ ഏറ്റവും മൂർത്തമായ വശം, അത് അടുത്ത ഘട്ടം സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് ജനോസൈഡ് വാച്ചുമായി ബന്ധപ്പെട്ട വലിയ വലിയ നിരീക്ഷകർ, വലിയ വലിയ ശാസ്ത്രകാരന്മാർ, സാമൂഹ്യ ശാസ്ത്രകാരന്മാർ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. തരംതിരിച്ച് വംശീയമായവർക്ക് നിങ്ങൾ, നമ്മൾ, ദേശീയവാദി, ദേശദ്രോഹി, അങ്ങനെയാണ് ഇപ്പോൾ പ്രയോഗം. നിങ്ങളുടെ വേഷം മതി, നിങ്ങളുടെ വേഷവും ഭക്ഷണവും നിങ്ങളുടെ ആരാധനയും മതി നിങ്ങൾ ദേശദ്രോഹിയാകാൻ. അതുകൊണ്ട് ട്രെയിനിൽ സ്വസ്ഥമായി യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന സംഭവങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാം. മനുഷ്യനല്ലാതാക്കി മാറ്റി ബാർബേറിയൻസ്, കാടന്മാർ, പ്രശ്നക്കാരാണ് ഇവർ എന്ന മുസ്ലിം നാമധാരികൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടും മുസ്ലിം സമൂഹത്തിന് മേൽ കെട്ടിവെക്കും. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണക്കടുത്ത് വിദേശത്ത് പഠിക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു നോൺ മുസ്ലിം പെണ്ണിനെ കൊന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പുകിലുകൾ നിങ്ങൾ കേട്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ മനുഷ്യരല്ല, നിങ്ങൾ മൃഗങ്ങളാണ്. നിങ്ങളെ മനുഷ്യരല്ലാതാക്കി മാറ്റുന്നത് മുഖേന നിങ്ങളെ കൊല്ലാൻ, ഒന്ന് തിന്നാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് അന്ന് ആ ജനോസിന്റെ ചരിത്രത്തിൽ പഠിപ്പിച്ച അതേ പാഠങ്ങൾ ഇവിടെ ഇപ്പോൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ, മതപരിവർത്തന വിവിധ നിയമങ്ങളിലൂടെ, കശാപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നിയമത്തിലൂടെയും മുസ്ലിം സമൂഹത്തെ അങ്ങനെ അരികുവൽക്കരിച്ച് തീർത്ത് കളയാനുള്ള ശ്രമങ്ങൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കൂട്ട ആക്രമണ, വംശീയ വിദ്വേഷത്തിന്റെ പേരിൽ മോബ് ലിഞ്ചിങ്ങുകൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. പള്ളിയും വീടും കച്ചവട സ്ഥാപനങ്ങളും ബുൾഡോസർ ചെയ്യപ്പെടുന്നു. അങ്ങനെ എല്ലാ വൃത്തികേടും നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഇപ്പൊ ഇന്ത്യയുടെ അവസ്ഥ. ജനോസൈഡിന്റെ ഘട്ടങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്ന നമുക്ക് ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ പദ്ധതി ഖുർആൻ പഠിപ്പിച്ചത് നമുക്കൊരു മുഖ്യ ചർച്ചയായില്ല. അവിടെയാണ് ഈ ഉള്ളവന്റെ വേദന, അവിടെയാണ് സങ്കടം. അതൊരു മുഖ്യ ചർച്ചയായി മുസ്ലിം മതസംഘടനകൾ എടുത്തില്ല, മുസ്ലിം രാഷ്ട്രീയക്കാരെടുത്തില്ല, മുസ്ലിം സംഘടനകൾക്ക് അത് വിഷയമല്ല. ഇത് ഈ സമൂഹത്തിലെ അവസാനത്തെ കുഞ്ഞിനെയും പഠിപ്പിക്കേണ്ടുന്ന പാഠമാണെന്ന് നമ്മുടെ മദ്രസ സംവിധാനത്തിന് തോന്നിയില്ല. ഇതെവിടെയും ചർച്ചയില്ല. ഖുർആൻ ഓതുന്ന പുണ്യത്തെ കുറിച്ച് മാത്രം പഠിച്ചു. അതിന്റെ ഉള്ളടക്കം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുന്ന കാര്യം പഠിച്ചില്ല. വീട്ടിൽ ബീഫ് പാകം ചെയ്ത മുസ്ലിം സ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന, വീട്ടിൽ കുട്ടികളെ അറിവ് പഠിപ്പിച്ചതിന്റെ പേരിൽ ഹിന്ദുത്വർ കയറി വീട് ആക്രമിക്കുന്ന, ഗംഗാ നദി പ്രസിദ്ധീകരിക്കുന്ന ബോട്ടിൽ നിന്ന് മാംസം കഴിച്ച പേര് അറസ്റ്റ് ചെയ്യപ്പെടുന്ന, റോഡിലൂടെ ഹിന്ദു ഘോഷയാത്ര പോകുമ്പോൾ കെട്ടിടത്തിന്റെ 3-4 കുട്ടി തുപ്പി എന്ന് പറഞ്ഞാൽ കെട്ടിടം മൊത്തം ബുൾഡോസർ ചെയ്യപ്പെട്ട, അറബിക്കുള്ളത് കൊണ്ട് മാത്രം ജാമ്യം നിഷേധിക്കപ്പെട്ട ഒരുപാട് ഉമർ ഖാലിദുമാർ ജയിലിലുള്ള ഒരു പുതിയ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസൽമാൻ ഇത്രയും അലർട്ടാവാതെ പോകാൻ എന്തേ ന്യായം എന്ന് പഠിക്കുമ്പോൾ നമുക്കറിയും, നിലനിൽപ്പിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പാഠം ഖുർആൻ പഠിപ്പിച്ചത് പോലും പഠിക്കാൻ കഴിയാത്തത്ര നാം മതത്തെ മതവും രാഷ്ട്രവുമായി വർദ്ധിച്ചു. അപ്പൊ അതൊക്കെ രാഷ്ട്രീയ, ഇതെല്ലാം രാഷ്ട്രീയമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മതത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. നീ നിലനിൽക്കുന്ന നിന്റെ മതം നിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് എന്ത് പഠിപ്പിച്ചു എന്ന് പഠിക്കാൻ പോലും കഴിയാത്ത വിധം നമ്മുടെ ഈ സാമൂഹിക ഗുണത്തിൽ ഇങ്ങനെയായി. ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയ 4 പേർ ഇന്നലെ തിരിച്ചു പോയി. അവർ ഇന്ത്യൻ പൗരന്മാരായിരുന്നു. പക്ഷെ ഭരണകൂടം പിടിച്ചുകൊണ്ടുപോയി അതിർത്തി അവർ തള്ളുക. പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി ഇവിടെ അവശേഷിക്കുന്നവർ കേസ് നടത്തി ഒരുപാട് പണം മുടക്കിയിട്ട് 4 പേർ ഇന്ത്യൻ പൗരന്മാരാണ് തിരിച്ചു വന്നിരിക്കുക. ഇന്നലത്തെ വർത്താനം. ആരെയും പിടിച്ചു കൊണ്ടുപോയി തള്ളാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ ആളുണ്ടെങ്കിൽ, നിങ്ങൾ കോടതികൾ ഒന്നിനു പിറകെ ഒന്നായി കയറി ഒടുവിൽ ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു വന്നേക്കാം ഇന്ത്യയിലേക്ക്. ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിങ്ങൾ പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വരും. അത് ഇന്നത്തെ ഇന്ത്യയിലെ അവസ്ഥയാണ്. ഇവിടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ രീതിയെക്കുറിച്ച് സുപ്രീം കോടതി മുൻ ജഡ്ജി MP ലോക്കൂർ അവസാനമായി പറഞ്ഞ വർത്തമാനം കൂടി കേൾക്കുക. പാസ്പോർട്ട് ബസ് ടിക്കറ്റ് ആക്കിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യ ആകുന്ന രാജ്യമാകുന്ന ഇപ്പോൾ സാമ്രാജ്യമായി ഏകാധിപതി വാഴുന്ന പോലുള്ള സാമ്രാജ്യത്തിനകത്തെ മറ്റൊരു സാമ്രാജ്യമായി എന്നും മുൻ ജഡ്ജി പറഞ്ഞ വർത്തമാനം. അത്രത്തോളം ദുരന്തത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എങ്കിൽ സഹോദരന്മാരെ, നമ്മൾ അറിയണം, ജനോസൈഡിനെ കുറിച്ച്, വംശത്തെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠങ്ങൾ വെറുതെയല്ല. അതിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതിന്റെ രീതികൾക്കനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കരുത്തോടെ മുന്നേറാൻ നോക്കണം. ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെല്ലാം ഇതിന്റെ ആളുകളാ. ഇറാനിൽ ഖാംനെയുടെ ജനാസ സംസ്കരിക്കുന്ന ആ ചടങ്ങ് നോക്കിക്കണ്ടിട്ട് കോടികൾ പങ്കെടുത്തപ്പോ ട്രംപതിനെ കുറിച്ച് പറഞ്ഞത് അവരെല്ലാം അവിടെയുണ്ട്, ഒരൊറ്റ ഷോട്ടിൽ തീർത്ത് കളയാമെന്നാണ്. അപ്പൊ ഈ മാനസികാവസ്ഥ അപകടകരമാണ്. മനുഷ്യനെങ്ങനെ തീർത്ത് കളയാം എന്ന് വിചാരിക്കുന്ന ഭ്രാന്തൻ ജൽപ്പനങ്ങൾ കേവലം ഭ്രാന്തല്ല, അത് വെറുക്കപ്പെട്ട ഫിറഔനിന്റെ പുതിയ കോലങ്ങളാണ്.
വെറുക്കപ്പെട്ട ഭരണാധികാരിയായ ഫിറഔനും വെറുക്കപ്പെട്ട വംശീയവാദികളെ കിബിത്തികളും ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയണം. ആ ട്രംപിന്റെ പിന്തുണക്കാരിയായ ഒരു പെണ്ണ് പറഞ്ഞ വർത്തമാനം, ജിഹാദികളെ ബോംബിടുന്നതിനുള്ള അവസരം ഞാൻ നഷ്ടപ്പെടുത്തില്ല, ഇറാനിൽ അവർ ഒത്തുകൂടുമ്പോൾ ബോംബിടുമെന്നാണ്. ഇതൊക്കെ ഇപ്പൊ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളാ. അപ്പൊ ഇത്രത്തോളം ദുരന്തം ലോകത്തെ ഗ്രസിച്ചിരിക്കെ ആ ദുരന്തത്തിന് മുമ്പിൽ ഉരിയാടാൻ നാവില്ലാതെ പോയ മുസ്ലിം ഭരണാധികാരികൾ, അറബി തമ്പുരാക്കന്മാർ, നെട്ടലില്ലാത്ത മതസംഘടനയുടെ അപ്പോസ്തലന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ ഈ സമുദായത്തെ വിറ്റ് കാശാക്കി സമുദായത്തിന്റെ കയ്യിലെ കാശ് കൊണ്ട് വലിയ വലിയ സിംഹാസനങ്ങൾ പണിത് അതിന്റെ നടത്തിപ്പുകാരായ മാറിയ ദുരന്ത മുഖത്ത് നമുക്ക് ഈ ചരിത്രം ഒരുപാട് തിരിച്ചറിവുകൾ നൽകും. ആ തിരിച്ചറിവുകൾ നേടാൻ നമ്മെ സഹായിക്കുന്ന മാസമാണ് മുഹറം. ഇതാണ് മുഹറമിന്റെ മർമ്മം. അതാണ് വിമോചനത്തിന്റെ ചരിത്രം പഠിപ്പിക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് മറന്നു പോകാതിരിക്കാൻ നോമ്പ് സുന്നത്താക്കിയിട്ട് മുഹറം 9 ഉം 10 ഈ ചരിത്രം അനുസ്മരിക്കാൻ നമ്മെ ഇസ്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്ന കാര്യം വിനയ പുരസ്സരം അറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിന്റെ ശരിയായ പാഠങ്ങൾ പഠിച്ച് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വിശ്വാസപരമായി കരുത്തുള്ളവരാക്കി നമ്മെ മാറ്റി തീർക്കുമാറാവട്ടെ. മുസ്ലിം സമുദായത്തെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അള്ളാഹു നമുക്ക് എളുപ്പം നൽകുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഈസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.